ഹലോ, ഇന്ന് ഞാനൊരു ഡ്യൂട്ടി ടൈം ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ബ്രോഡ്വേ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക. അപ്പോൾ ആ പ്രോഗ്രാമിന് കൊണ്ടുപോയ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസും കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തിരിച്ച് ഷെൽഫിലേക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്തു. അതായിരുന്നു ആദ്യത്തെ പണി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൊരു കോളൊക്കെ വന്നു, ഏതോ കുട്ടിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ പോയി നോക്കി. പിന്നെ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ കുട്ടിയുടെ റിപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കണം. ഏത് കുട്ടി, ഏത് ക്ലാസ്, ആരാണ് വിളിച്ചത്, എന്താ കംപ്ലയിൻറ്റ്, നമ്മൾ എന്ത് ചെയ്തു, അതെല്ലാം എഴുതി വെച്ചു. അത് കഴിഞ്ഞൊരു 10:30 ആയപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ ഞാൻ ഒരു സ്മൂത്തിയോ കുടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തന്നെ എടുത്തിട്ട് വരും. എന്നിട്ട് ഒരു 10 മണിയാകുമ്പോൾ നമ്മുടെ സ്നാക്സ് ടൈമാണ്. അപ്പോൾ സ്നാക്സ് എല്ലാം കഴിഞ്ഞ് കുട്ടികൾ തിരിച്ച് ക്ലാസ്സിൽ കയറിയതിന് ശേഷം ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതാകുമ്പോൾ നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് ബ്രേക്ക് ടൈമിലൊക്കെ. അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ബ്രേക്ക് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10:30 ആകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിവിടെ കുട്ടികളിങ്ങനെ വന്നും പോയി നിൽക്കും. വയ്യാത്ത കുട്ടികളാണെങ്കിൽ ക്ലാസ്സിന് ടീച്ചർമാർ നമുക്ക് ഇൻഫർമറിയിലേക്ക് ലെറ്ററും കൊടുത്ത് വിടും. അപ്പോൾ നമുക്കിവിടെ റെസ്റ്റ് എടുക്കേണ്ട കുട്ടികളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ കിടത്താനുള്ള പെർമിഷനുണ്ട്. അങ്ങനെ 2 കുട്ടികളിവിടെ കിടക്കുന്നുണ്ട്. നമുക്കിവിടെ 2 ബെഡിൻ്റെ കപ്പാസിറ്റിയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ 2 കുട്ടികൾ കിടക്കുന്നു. പിന്നെ ഉച്ച ഒരു 12:45 ആയപ്പോൾ അവരെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ ലഞ്ചിന് പോയി. ഒരു 12:45 കഴിഞ്ഞൊരു 1 മണി അടുപ്പിച്ചാകുമ്പോൾ പോകും. അത് കഴിഞ്ഞൊരു 1:15 അടുപ്പിച്ച് തിരിച്ചു വരും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാൾ ലീവിലാണ് കേട്ടോ. അതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആളിവിടെ കാണും. ആൾ വീട്ടിൽ നിന്ന് ആ ഫുഡ് കൊണ്ടുവരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ ഇതുപോലെ രാവിലത്തെ പറഞ്ഞ പോലെ തന്നെ വന്നും പോയിരിക്കും. ഇപ്പോൾ ഈ കുട്ടിയെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മെഡിസിൻ ഒഴിക്കുന്നു. ആൾ വീട്ടിൽ നിന്ന് മെഡിസിൻ കൊണ്ടുവരും. അപ്പോൾ മെഡിസിനൊക്കെ ഒഴിച്ച് കൊടുക്കണ ടൈമിൽ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈവനിങ് ഒരു 3 മണിയാവും. 3:10 ആകുമ്പോഴത്തേക്കും സ്കൂൾ ഡിസ്പേഴ്സൽ ടൈമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി അതോടുകൂടി കഴിയുകയാണ്. അപ്പോൾ ഇതുപോലാണ് ഡെയിലി ഡ്യൂട്ടി. ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് പരിപാടിയൊന്നുമില്ല. ചില ദിവസങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റ് കാണും, നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, എമർജൻസി കേസ് അല്ല എങ്കിൽ. ഇന്നിപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ കാര്യങ്ങളൊന്നുമില്ല. റൂമിലേക്ക് പോവുകയാണ്. ഇനി ഫ്രഷായിട്ട് നമുക്ക് റൂമിൽ തന്നെ റെസ്റ്റ് എടുക്കാം. വൈകുന്നേരം ഡിന്നർ ടൈം ആകുമ്പോൾ കഴിക്കാൻ പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.